മഹാനായ സ്വഹാബി പ്രമുഖൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും മദീനക്കാരാണ്. രണ്ട് ജാബിർ സ്വഹാബികളിൽപ്പെട്ട രണ്ട് ജാബിർ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, ജാബിർ ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കൂടിയിട്ട് ഒരു ലക്ഷ്യം സ്ഥാപിച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അമ്പെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അമ്പെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഒരു ജാബിറിന് ക്ഷീണം വന്നു. അപ്പൊ ജാബിർ അവിടെ ഇരുന്നു. അപ്പൊ മറ്റേ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ നീ ഇരിക്കുന്നത്? പറഞ്ഞു, എനിക്ക് ക്ഷീണാണ്. നിനക്ക് മടിയാ? നിനക്ക് അലസതയാ? അതെ, എനിക്ക് പറ്റണില്ല, എനിക്ക് മടി തോന്നുന്നു. എന്നാ നീ എണീറ്റേ, ഞാൻ ഒരു കാര്യം പറയാം. നീ ഒന്ന് എണീറ്റേ, ഞാൻ കാര്യം പറയാം. എന്താണ്? ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുല്ലു ശൈഇൻ ലൈസ മിൻ ദിക്രില്ലാഹി ഫഹുവ ലഅബുൻ ലാ യകൂനു അർബഅ. അല്ലാഹുവിന്റെ ഓർമ്മയില്ലാതെ, റബ്ബിന്റെ സ്മരണയില്ലാതെ, ദിക്റില്ലാതെ ചെയ്യുന്നത് മുഴുവനും പാഴാണ്. അതൊന്നും അമലല്ല. എന്റെ പ്രിയമുള്ളവരെ, മത്സ്യം നന്നാക്കാൻ വേണ്ടി പിച്ചാത്തി എടുത്തുകൊണ്ട് അതിന് മൂർച്ച വെക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ, ഇബാദത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അല്ലാഹുവിന്റെ ദിക്റോടുകൂടെ ചേർത്ത് ചെയ്താൽ അത് ഇബാദത്താ. പക്ഷെ ദിക്ർ ചൊല്ലാതെയും ഇബാദത്താകുന്ന നാല് കാര്യങ്ങൾ മാത്രമാ സയ്യിദുനാ റസൂലുള്ളാഹി. ദിക്ർ ചൊല്ലാതെയും നമുക്ക് ഇബാദത്താക്കാൻ പറ്റിയ നാല് കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തേത് മുലാഅബത്തുർ റജുലി ഇംറഅതഹു, ഭാര്യയും ഭർത്താവും തമ്മിൽ കളി വിനോദത്തിൽ ഏർപ്പെടാ. ഷട്ടിൽ കളിക്കാം, ഭാര്യയും ഭർത്താവും, അതിന് അഊദും ബിസ്മിയൊന്നും വേണ്ട, ചെയ്താൽ തന്നെ ഇബാദത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഒരു യാത്രയുടെ വിശ്രമവേളയിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ഞാൻ ചെന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ ഞാൻ തയ്യാറാം. ഓടാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഒരു കാലടി പിന്നാലെയാക്കി ഞാൻ നബിയേക്കാൾ മുൻകടന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് എന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആയിഷ, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഫലമ്മാ ഹമൽതു അൽഹിമാ, എനിക്ക് അന്ന് നല്ല വണ്ണം വെച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ സബഖതുഹു, അന്ന് ഞാൻ മത്സരം നടത്തിയപ്പോൾ ഫസബഖനി, ഹബീബായ നബി തങ്ങളാ വിജയിച്ചത്. എന്താ കാരണം? അന്ന് എനിക്ക് ഐഷബി പറഞ്ഞതാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഹിക്മത്തുണ്ട്. പെണ്ണുങ്ങൾ തോറ്റാ സമ്മതിക്കൂല, അങ്ങനെയൊന്നും സമ്മതിക്കൂല. ആയിഷ റളിയല്ലാഹു അൻഹക്ക് വണ്ണം കൂടി, റസൂലുള്ളാഹിക്ക് പ്രായവും കൂടിയിട്ടുണ്ട്. എന്താ അത് പറയാത്ത? ഈ ആദ്യം തോറ്റു കൊടുത്തതാ അല്ലെ? എന്താന്നറിയോ? ആദ്യം തോറ്റു കൊടുത്തില്ലെങ്കിൽ ഈ പാർട്ടി രണ്ടാമത് വരില്ല മത്സരത്തിന്. ആദ്യത്തെ തോക്കലോട് ഞാൻ ഇല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് തോറ്റു കൊടുത്താൽ രണ്ടാമത് വരും. മുസീബത്ത് എങ്ങനെയല്ലെന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് ഓർത്ത് നല്ലതെന്ന് പറയില്ല. ഒരു മാക്സിമം അതിന് സപ്പോർട്ട് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചാൽ അവര് നല്ലവരാ. അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന സാധനം വല്ലാതെ ബലം പിടിക്കാൻ പാടില്ല എന്ന് പൊട്ടിച്ചു കളയേണ്ടി വരും. പൊട്ടിക്കൽ ത്വലാഖാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതില്ലാത്ത സ്ഥലങ്ങളില്ലേ? കുറച്ചൊക്കെ ഉണ്ടാവും. അതതിന്റെ ഒരു രസം. അതങ്ങനെ കുറച്ചിങ്ങനെ ഉണ്ടായി വരുമ്പോഴാ അതിനുശേഷം ശരിക്കും ഉറച്ചാലാണ് തേമാനം എന്ന് കൂട്ടണ്ട, അതിന് തിളക്കം കൂടുന്ന. ആ ഉറക്കിൽ എല്ലാ സ്ഥലത്തുണ്ട്. അത് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുണ്ടായി ഒരിക്കൽ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലൂടെ പോയതാ. അവിടെ വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷയുമായി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുടെ പ്രശ്നം. ന്യായം മുഴുവനും റസൂലുള്ളാഹിയുടെ ഭാഗത്താണ്. ശരിയാ, പെണ്ണുങ്ങൾ അംഗീകരിക്കില്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താ പ്രശ്നം മോളെ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹിയോട് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നതാണ് സിദ്ദീഖേ പ്രശ്നം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ.
അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഇല്ലാത്തത് പറയാൻ ശ്രമിക്കല്ലേട്ടോ എന്ന രീതിയിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. ഓടിച്ചെന്ന ഒരൊറ്റ അടി ആയിഷയുടെ മൂക്കിന് നോക്കി കൊടുത്തു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലാത്തത് പറയാൻ ശ്രമിക്കല്ലേട്ടോ എന്നൊരു പ്രയോഗം ഹബീബിന്റെ നേരെ ഒരട്ടി കൊണ്ടു. ഇത്തിരി ചോര വന്നു. രണ്ടാമത് അടി വരണതിന് മുമ്പ് ആയിഷ ഓടി പോയി ഹബീബിന്റെ ബാക്കിലിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, പ്രശ്നമൊക്കെ തീർന്നു പോയിക്കോന്ന് പറഞ്ഞു. ആയിഷ മൂക്കൊക്കെ പതുക്കെ ഇങ്ങനെ തോണ്ടി നോക്കി, ചോരയൊന്നും വരുന്നില്ല. ആയിഷ എന്തിനു പറ്റിയ അതിന്റെ ഒരു ആക്ഷൻ, ആ ഒരു ആക്ഷൻ ആ സമയത്ത് ഞാൻ ഇല്ല കൂട്ടില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇനി അടി വരുമ്പോ ഈ പുറകെ തന്നെ വന്ന് നിൽക്കണോട്ടോ. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹിനെ പിടിച്ചിരുത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിലവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യത്തിനും വർധനവ് വേണം. ഞങ്ങളെല്ലാവരും പ്രതിഷേധിക്കാം. എല്ലാവരും ഉണ്ട്. ആയിഷ ബീവിയുണ്ട്, ഹഫ്സ ബീവിയുണ്ട്, സൗദ ബീവിയുണ്ട്, എല്ലാവരും ഉണ്ട്. ശബ്ദം എല്ലാവരും കൂടിയായി നടുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴ്ചയിൽ കിട്ടുന്ന സോപ്പ് മണം ഉള്ളത് മണം ഇല്ലാത്തത് 2 എണ്ണം തന്നാൽ പോലെ 3 എണ്ണം. അങ്ങനെ അവരുടെ കിട്ടുന്ന ആനുകൂല്യം വർദ്ധിപ്പിക്കലാണ് അവരുടെ ആവശ്യം. അങ്ങനെയാണല്ലോ, കിട്ടിയാലും അവർ പിന്നെയും വർദ്ധിപ്പിക്കും. അങ്ങനെ കൊടുക്കാമെന്ന ധാരണയിലേക്ക് ഇങ്ങനെ സംഭാഷണം എത്തിക്കൊണ്ടിരിക്കാം. പെട്ടെന്ന് പുറത്ത് നിന്ന് വാതിലിൽ ആരോ മുട്ടി. അപ്പൊ ഹബീബ് ചോദിച്ചു, മംബിൽ ബാബ്, ആരാ വാതിൽക്കൽ? ഫഖാല അന ഉമർ ഇബ്നുൽ ഖത്താബ്. തീർന്നു. ഞാൻ ഉമറാണ് നബിയേ എന്ന് പറഞ്ഞു. ഉമർ എന്ന് കേട്ടതോടുകൂടെ ഈ പെണ്ണുങ്ങളൊക്കെ ഒറ്റ ഓട്ടം കൊടുത്തു. ഹബീബായ നബി തങ്ങൾ ചിരിച്ചു പോയി. ഉമർ എന്ന് കേട്ടതോടുകൂടെ എല്ലാരും ഓടി. ചിലര് മേശയുടെ അടിയിൽ, ചിലര് കസേരയുടെ അടിയിൽ, ചിലര് വലിയ വാർക്കണ കലത്തിന്റെ അടിയിൽ, എല്ലാവരും അവിടെ വിളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നു. ഹബീബിന്റെ ചിരി കണ്ടു. അദ്ഹഖല്ലാഹു സുന്നക യാ റസൂലല്ലാഹ്. ആ ചിരി എന്നാ മുഖത്തുണ്ടാവട്ടെ. ഇവിടെ എന്താ പ്രശ്നം? അവിടെ ഒരു പ്രശ്നമില്ല. ഉമറേ, നിന്റെ ശബ്ദം കേട്ടതോടുകൂടെ പെണ്ണുങ്ങൾക്ക് അതിലും മാ സലക ഉമർ إلا يسلك الشيطان ما سلك عمر فجا يسلك الشيطان إذا سلك عمر فجا يسلك الشيطان فجا آخر أو كما قال رسول الله. ഈ ഉമർ ഒരു വഴിയുടെ ഒരു അരിയത്ത് കയറിയ ആ വഴിയുടെ അങ്ങേയറ്റത്ത് പിശാചുണ്ടെങ്കിൽ പിശാച് ആ വഴി വിട്ട് ഓടി അകലുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ലേശം എല്ലാ വീട്ടിലുണ്ടാവും. ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അവരെ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അവര് മനുഷ്യന് സമാധാനം നൽകുന്ന ഒരു വലിയ ഉപകരണമാണെന്ന് ഖുർആൻ. വലിയ സമാധാന ഭാര്യയിൽ നിന്നും ഭർത്താവിനെ കിട്ടാം. എന്റെ വീട്ടിലെ കാര്യമാണ് ഉസ്താദ് പറഞ്ഞ എല്ലാവരും വീട്ടിലെ കാര്യം. അവര് വലിയൊരു സമാധാനത്തിന്റെ ഒരു ഉറവിടമാണ്. അവർക്ക് സമാധാനിപ്പിക്കാൻ കഴിയുന്ന പോലെ ആർക്കും പറ്റില്ല. പെണ്ണിനെ കൊണ്ട് സമാധാനം കിട്ടും ഭർത്താവിന് എന്ന് പരിശുദ്ധ ഖുർആൻ. അതൊരു അത്ഭുതം. അവരുടെ ചില വാക്കുകളായിരിക്കും, ചില നോട്ടങ്ങളായിരിക്കും ഒരു സമാധാനിപ്പിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടത്തുന്ന കളി വിനോദങ്ങൾ, അതിന് നിയ്യത്ത് വെക്കണ്ട, അത് ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. രണ്ടാമത്തേത് ഒരാൾ ഒരു കുതിരയെ പരിശീലിപ്പിക്കുന്നു, ഒരു വളർത്തു മൃഗത്തെ പരിശീലിപ്പിക്കുന്നു, അതിന് നിയ്യത്ത് വേണ്ട, അത് ഇബാദത്താ സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേത് വമസ്യുർ റജുലി ബൈനൽ ഗർദൈനി. 2 കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് പോകുന്നത് എങ്കിൽ ഈ നടന്നു പോകലിന് അല്ലാഹു നിയ്യത്ത് വെക്കാതെ കൂലി നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നടന്നാണ് പോണെങ്കിൽ അപ്പൊ എന്റെ സഹോദരിമാർക്ക് അത്ര കൂലിയാ കിട്ടാം. അവര് വാഷിംഗ് മെഷീന്റെ അടുത്തുനിന്ന് ആ ഗ്യാസ് സ്റ്റവിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നടക്കും. അവിടുന്ന് പിന്നെ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ പാർക്കപ്പുറത്തേക്ക് കയറും. അതും നടക്കും. ഇതൊന്നും ഓട്ടോറിക്ഷ വിളിച്ചിട്ടല്ലേ പെരക്കാത്തോടെ നടക്കണത്. അപ്പൊ ആരും മുൻവശത്ത് ഒന്ന് ബെല്ലടിച്ചു, അവിടേക്ക് നടക്കും. ഈ വീടിന്റെ അകത്തെടുത്ത് ഇങ്ങനെ ഓരോ ആവശ്യങ്ങളുടെ ഇടയിൽ കിടന്ന് നടക്കലിന് നിയ്യത്ത് വെക്കാതെ കൂടി സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് ഇബാദത്തായി. അതിനിതൊക്കെ പറഞ്ഞത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നാലാമത്തേത് നീന്തല് പഠിക്കലും പഠിപ്പിക്കലും. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അതിന് ഇബാദത്തിന്റെ കൂലി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഓരോരുത്തരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവന്നെന്നറിയുമോ? മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് യാചന നടത്തുകയാ. ഒന്നുമില്ല നബിയെ, തന്നാലും എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. പുണ്യപ്രവാചകനാ സ്വഹാബിയുടെ രൂപഭാവം കണ്ടപ്പോ അത് ഇഷ്ടപ്പെട്ടില്ല. ആരോഗ്യമുണ്ടല്ലോ മോനെ, നിനക്ക് പണിക്ക് പോയിക്കൂടെ എന്നല്ല ചോദിച്ചത്, അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ ചെയ്തിട്ടുള്ളത്. അത് ബോധ്യപ്പെടുത്തി കൊടുത്തല്ലാതെ കുറ്റം പറയാനല്ല ഉണ്ടായിട്ടുള്ളത്. മോനെ, നിനക്ക് എന്ത് പറ്റി? നിന്റെ വീട്ടിലൊന്നുമില്ലേ? ഒന്നുമില്ല നബിയെ. ഒന്നുകൂടി പറയും മോനെ, നിന്റെ വീട്ടിലൊന്നുമില്ലേ? ഉണ്ട് നബിയെ. ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എന്താ ഉള്ളത് മോനെ? നീളമുള്ള ഒരു പുതപ്പുണ്ട് നബിയെ, പഴയ പുതപ്പ. അത് രണ്ടായി ഞാൻ മുറിച്ചിട്ടുണ്ട് നബിയെ. ഞാൻ ഇവിടെ നിന്ന് വീട്ടിലേക്ക് ചെന്നാൽ ഉടുത്തു മാറാൻ വേണ്ടി ആ പുതപ്പിന്റെ ഒരു കഷ്ണം ഉപയോഗിക്കുകയാ. മറ്റേ കഷ്ണം ഞാൻ കിടന്നുറങ്ങാൻ നിലത്ത് വിരിക്കാൻ നബിയെ. എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വലിയ പുതപ്പ് രണ്ടായി കീറിയതുമുണ്ട്. അതോടൊപ്പം കുടിക്കാനുള്ള വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ അത് ഊറ്റി കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസുമുണ്ട് നബിയേ. ഒരു ഗ്ലാസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പുതപ്പ് രണ്ടായി കീറിയ 2 പീസും ഉണ്ട്. അതുള്ളൂ വീട്ടില്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മോനെ, എന്നാൽ അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ. സ്വഹാബി വീട്ടിലേക്ക് പോയി. എന്നിട്ടോ മഹാനായ സ്വഹാബി അത് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പുണ്യം ചെയ്ത പരിശുദ്ധ കൈകളിൽ അത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് സദസ്സിനോട് ചോദിച്ചു, മയ്യസ്തരി ഹാദൈനി, ആരാ ഇത് വാങ്ങാ? ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ബിദിർഹമിൻ ആഖുദുഹാ, ഒരു ദിർഹമാണെങ്കിൽ ഞാൻ വാങ്ങാം നബിയേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഒരു ദിർഹമിനേക്കാൾ ആരാ കൂടുതൽ വിളിക്കാനുള്ളത്? ഒരു ലേലം പോലെ. അള്ളാന്റെ ഹബീബിന്റെ സദസ്സിൽ നിന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ബിദിർഹമൈനി, 2 ദിർഹം ഞാൻ തരാം നബിയേ. എന്തൊക്കെയാ ഉള്ളത്? ഒരു ഗ്ലാസും ഒരു നീളമുള്ള പുതപ്പ് രണ്ടായി കീറിയ ഒരു പഴയ പുതപ്പുമാണ്. 2 ദിർഹമിനാ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാ. മറത്തൈനി, 2 തരം, 3 തരം സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു പരിപാടി എവിടെയുണ്ട്? 1 തരം, 2 തരം, 3 തരം വഴുതിന്റെ സദസ്സിലുണ്ടാവും. ബർക്കത്തുള്ള ഒരു പരിപാടിയാണ്. അല്ലെ, നിങ്ങൾ ചിട്ടിയൊക്കെ വെക്കണേക്കാളും ബർക്കത്തുണ്ടല്ലോ. സ്വഹാബി അത് സ്വീകരിച്ചു. 2 ദിർഹം കിട്ടി. ആ 2 ദിർഹം അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിച്ചു. മഹാനായ സ്വഹാബിക്ക് റസൂലുള്ളാഹി 2 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇസ്തരി ബി അഹദിഹിമാ തുആബാ, 2 ദിർഹമിൽ 1 ദിർഹം കൊണ്ട് നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങി വയറ് നിറച്ച് കഴിക്കാം. അത് കഴിഞ്ഞ് 1 ദിർഹം ബാക്കിയുണ്ടല്ലോ, ആ ദിർഹം കൊണ്ട് നീ അങ്ങാടിയിൽ പോയി ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവാ മോനെ. അള്ളാന്റെ ഹബീബ് ആ സ്വഹാബിയോട് പറഞ്ഞു കോടാലി വാങ്ങാൻ. ആ സ്വഹാബി പോയി കോടാലി വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും പുന്നാര പൂമാൻ ഒരു മരത്തടി എടുത്തുകൊണ്ട് അതിന് പിടിയിടാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് വെട്ടി ഒരു മരത്തിന്റെ പിടിവിടാൻ വേണ്ടി കൂർപ്പിച്ചു വെച്ചു, മിനുസപ്പെടുത്തി വെച്ചു. ആ സ്വഹാബി കോടാലിയുമായി വന്നപ്പോൾ ഹബീബായ നബി തങ്ങൾ പുന്നാര നബിയുടെ കൈ കൊണ്ട് തന്നെ ആ കോടാലിക്ക് പിടിയിട്ട് കൊടുത്തു. സയ്യിദുനാ റസൂലുള്ളാഹി. സാമ്പത്തിക ഭദ്രത ഒരു സമൂഹത്തിന് വേണം. ജോലിക്ക് പോവേണ്ടവർ പോവണം, പോവാതെ പറ്റൂല. അവിടെയും മാതൃകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് പറ്റൂല. ഈ 2 പണിയും കൂടി എന്നെ ഏൽപ്പിക്കരുത്. ഒന്നുകിൽ നിങ്ങൾ ആധാരം എഴുതണം, ഞാൻ ഒപ്പിടാം. അല്ലെ ഞാൻ ആധാരം എഴുതാം, നിങ്ങൾ ഒപ്പിടാം. ആധാരം എഴുതണം, ഒപ്പിടലും കൂടിയിട്ട് എന്നെ ഏൽപ്പിക്കരുത്. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വഹാബിയോട് പറഞ്ഞു, മോനെ നീ കാട്ടിലേക്ക് പോവാ,
ഇനി നിന്നെ ഞാൻ കാണരുത്. വല അറാക 15 യൗമ 15 ദിവസത്തേക്ക് മദീനത്ത് നിന്നെ കണ്ടുപോവല്ല മോനെ. 15 ദിവസം കഴിഞ്ഞ് നീ വരാവോ? കോടാലിമായി പോയി വനാന്തരങ്ങളിൽ നിന്നും വിറക് വെട്ടി ശേഖരിച്ച് തൊട്ടടുത്ത അങ്ങാടിയിൽ കൊണ്ടുപോയി കെട്ടുവിറകുകൾ വിൽക്കാം. 15 ദിവസം പൂർണ്ണമായി 16ന്റെ അന്ന് തിരിച്ചു വരണേ. സ്വഹാബി 16ാമത്തെ ദിവസം അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വരുമ്പോൾ മഹാനവറുകൾ ഫഖദ് അസാബ 10 ദറാഹിമ 10 ദിർഹമിന്റെ സമ്പാദ്യവുമായ വരുന്നത്. 10 ദിർഹം അള്ളാന്റെ ഹബീബിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ പുന്നാര നബി തങ്ങൾ ആ സ്വഹാബിയുടെ മുഖത്ത് നോക്കി, ശരീരത്തിന്റെ വസ്ത്രരൂപങ്ങളിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു കുറച്ച് പണം എടുത്തുകൊണ്ട് നീ നല്ലൊരു വസ്ത്രം വാങ്ങുമോനെ, നിന്റെ കുടുംബത്തിന് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുമോനെ. കുറച്ച് പണം എടുത്തുകൊണ്ട് നീ ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ കുടുംബത്തിന് മേടിച്ചു വെക്കുമോനെ. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും അവിടെ ഇടപെടാൻ യാചന പാടില്ല. എവിടെ ഇടപെടാത്തത്? ലോകത്തിന്റെ ഗുരുനാഥനല്ലേ. എല്ലാരും അടുത്തേക്ക് വന്ന് ഏത് വിഷയത്തിനും അവിടെ ചെന്നാൽ പരിഹാര. അകന്നു പോയി നിന്നില്ല എന്തും പറയാം. അതല്ലേ മഹാനായ മാഇസ് വന്നുകൊണ്ട് പറഞ്ഞത്, നബിയേ ഞാൻ വ്യഭിചരിച്ചു, വിവാഹിതൻ വ്യഭിചരിച്ചെന്ന് വന്ന് പറഞ്ഞത് കുറ്റസമ്മതമാ. ശിക്ഷ ഇവിടെ സുതാര്യമായ എല്ലാവർക്കും അറിയാം. ആ നിയമം എറിഞ്ഞു കൊല്ല എന്നതാ. എന്നാലും അത് പറഞ്ഞിട്ട് ഹബീബിന്റെ നേതൃത്വത്തിലുള്ള ഏറ് കൊണ്ട് മരിക്കുമ്പോൾ അതിനൊരു വലിയ പദവിയുണ്ടല്ലോ, തൃപ്തിയുണ്ടല്ലോ. മാഇസിനെ എറിഞ്ഞു കൊന്നുവെന്ന ചരിത്രം സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്. 6 പ്രാവശ്യം നിയമത്തിന്റെ ആനുകൂല്യത്തിന്റെ പഴുത് കാണിക്കാൻ പ്രവാചക പുങ്കവര് മെനക്കെട്ടിരുന്നു. 6 പ്രാവശ്യം മാഇസ് അത് വേണ്ടാന്ന് വെച്ചിരുന്നു. മാഇസിനെ കല്ലെറിഞ്ഞ കൂട്ടത്തിൽ ആരോ ഒരാള് ചെരുപ്പ് വെച്ച് എറിഞ്ഞെന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം വാടി. കുറ്റസമ്മതം കൊണ്ട് തൗബയുടെ ഏറ്റവും വലിയ പരിപൂർണതയിലെത്തിയ എന്റെ മാഇസ് സ്വർഗാവകാശിയാ. എന്റെ മാഇസിന്റെ തൗബയെ ഇവിടെ നിന്ന് വഹിച്ചു കൊണ്ടുപോവാൻ കഴിയാതെ മാലാഖമാർ മലായികത്തുകൾ പ്രയാസപ്പെടുന്നത് ഞാൻ കാണുന്നു. എല്ലാം പറയാൻ എവിടെയുണ്ട്? എല്ലാം പറയാൻ അതൊരു തണലായിരുന്നു. പെരുത്തു നൂറ്റാണ്ടുകൾ കിടക്കലൊരിക്കലി മരുപ്പറമ്പുലകത്തിരീശ്വരൻ നടുന്നു വൃക്ഷത്തെ തടിക്കു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി ഹൂവൽ ഹബീബുൽ നദി തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലിൽ മുഖ്തഹിമി. ഉറക്കെ മൗലായ സല്ലി വസൽ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാവർക്കും എല്ലാം പറയാൻ ഒരു അവസരമായി ഒരു തുറന്നിട്ട കവാടം പോലെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിയുത ലഹും വലൗ കുൻത ഫദൻ ഗലീദൽ ഖൽബ് ലൗ ഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. പരിശുദ്ധ ഖുർആൻ. അങ്ങൊരു പരിപരുക്ക സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, അങ്ങൊരു കഠിന മനസ്കനായിരുന്നുവെങ്കിൽ നബിയേ അങ്ങയുടെ മുന്നിലേക്കാരും വരുമായിരുന്നില്ല നബിയേ. അങ്ങ് കാരുണ്യത്തിന്റെ സങ്കേതമല്ല നബിയേ. അങ്ങ് സമാധാനം പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമവാക്യമല്ല നബിയേ. അങ്ങ് കാരുണ്യവാൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാരും അങ്ങനെയാ പറഞ്ഞത്. BC 567 ജനിച്ച് BC 483 മരണപ്പെട്ടു എന്ന് പറയുന്ന സുതാര്യമായ ചരിത്രമുള്ള ഭഗവാൻ ശ്രീബുദ്ധൻ പോലും പറഞ്ഞതെന്താ? ഞാൻ ആദിത്യ ബുദ്ധനല്ല, ഞാൻ
അവസാനത്തെ ബുദ്ധനല്ല, എന്റെ ശേഷം ഒരു മൈത്രിയാൻ എന്ന് പറയുന്ന ബുദ്ധൻ വരാനുണ്ട്. ആ ബുദ്ധൻ വന്നാൽ ഈ ഭൂമി മുഴുവൻ പ്രകാശം നിറക്കും. ആ ബുദ്ധന്റെ പേര് മൈത്രിയാൻ. മൈത്രിയാൻ എന്ന വാക്ക് പാലി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് പദമാറ്റം ചെയ്താൽ അതിനർത്ഥം കാരുണ്യവാൻ. കാരുണ്യവാൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, കരുണ വേണം മുഅ്മിനെ. ഇടപെടുന്നോടത്ത് എപ്പോഴും ഒരു സന്മനസ് വേണം. ഒരു ആക്സിഡന്റ് മുന്നിൽ കണ്ടാൽ കൈയൊഴിഞ്ഞു പോവാൻ നമുക്ക് കഴിയൂല. എന്തുകൊണ്ട്? അള്ളാന്റെ ഹബീബ് നമ്മെ അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. ക്ഷേമാന്വേഷണം വേണം. മതം പോലും പറഞ്ഞിട്ടില്ല. അപ്പുറത്ത് താമസിക്കുന്നവന്റെ കൂരക്കകത്ത് പട്ടിണിയാണെങ്കിൽ നിന്റെ അടുപ്പിൽ പുക ഉണ്ടാകുമ്പോൾ, നിന്റെ അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരു വിഹിതം ആ വീട്ടുകാരുടെ അവകാശമാ. നബി മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞല്ലോ, ഇമാം ഗസാലിയുടെ മുഖാസഫയിൽ കാണാം ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ റഹീം. കരുണയില്ലാത്തവൻ സ്വർഗ്ഗത്തിലേക്കില്ല. സന്മനസ്സില്ലാത്തവൻ, അനുകമ്പയില്ലാത്തവൻ, ഹൃദയത്തിന്റെ അകത്ത് ആർദ്രഭാവമില്ലാത്തവൻ സ്വർഗ്ഗത്തിലേക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് അമ്പരന്ന് പോയി, യാ റസൂലല്ലാഹ് കുല്ലുനാ റഹീം, ഞങ്ങൾക്കൊക്കെ കരുണയുണ്ടല്ലോ നബിയെ, ഞങ്ങൾക്കൊക്കെ മനസ്സിൽ അലിവുണ്ടല്ലോ നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൈസർ റഹീമു മൻ യർഹമു നഫ്സഹു ഖസാ. സ്വന്തം കാര്യത്തിന് മാത്രം പ്രകടിപ്പിക്കുന്ന, മനുഷ്യർക്കിടയിൽ കുടുംബത്തിനിടയിൽ മാത്രം പ്രകടിപ്പിക്കുന്ന കരുണയല്ല. കരുണ എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിനും കരുണയാ. വയർഹമുൽ ബഹായിമ, നാൽക്കാലി മൃഗങ്ങളോട് പോലും കരുണ വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാവരോടും കരുണ വേണേ, എല്ലാവരോടും കരുണ വേണേ എന്ന് പറയുമ്പോൾ ഓർത്തു പോവാ മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മുഗല്ലദായ നജസാണല്ലോ നായ. അതിന്റെ കഴുത്തിന്റെ ഭാഗത്തൊരു വ്രണമുണ്ടായി, ചീഞ്ഞളിഞ്ഞ രീതിയിൽ ദുർഗന്ധത്തോടുകൂടെ എല്ലാരും കല്ലെറിഞ്ഞ് ഓടിക്കുമ്പോൾ മുഗല്ലദായ നജസാണെങ്കിലും കഴുകിക്കളഞ്ഞാൽ ശുദ്ധിയാക്കാമെന്ന മസലയുണ്ടല്ലോ. മഹാനായ ശൈഖ് റിഫാഇ തങ്ങളുണ്ടല്ലോ, ആ നായയുടെ കഴുത്തിലെ ചീഞ്ഞളിഞ്ഞ വ്രണത്തിന്റെ അകത്തേക്ക് മഹാനവറുകളുടെ ഏറ്റവും വിലപ്പെട്ട സമയത്തിന്റെ മുഖ്യഭാഗം മാറ്റിവെച്ച് അതിൽ ശുശ്രൂഷ നടത്തി മരുന്ന് വെച്ച് കെട്ടിയിട്ട് ശുദ്ധി വരുത്തി നിസ്കാരത്തിന് കൃത്യമായി വരുന്ന ചരിത്രം കാണാം. നാൽക്കാലികളോട് കരുണ വേണേ. പശുവിനെ കറക്കാൻ പോകുന്നവന്റെ കയ്യിന്റെ നഖം മുറിക്കാതെ അവൻ കൃത്യമായി അത് ശ്രദ്ധിക്കാതെ പോയി നഖം വളർത്തിയിട്ട് പശുവിന്റെ അകിടിൽ പിടിക്കുന്നവനെ അത് അപരാധമാ. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനോട് ഒരു കഥ പറയാ. ഇസ്രായേലി സമൂഹത്തിലെ ഒരു വ്യക്തി ആണാണ് എന്നും പെണ്ണാണെന്നും രണ്ടും ഹദീസിലുണ്ട്. ദാഹിച്ച് വലഞ്ഞു വരുന്നത്, വേശ്യാവൃത്തി കഴിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ വ്യഭിചാരം കഴിഞ്ഞു വരുന്നു. ആ സമയത്ത് ദാഹം തീർക്കാൻ ഒരു കിണറിന്റെ ഓരത്ത് നിന്ന് വെള്ളം കോരി കുടിച്ചപ്പോ ആ കിണറിന്റെ പരിസരത്ത് നിന്ന് നാവ് തൂക്കിയിട്ടുകൊണ്ട് വെള്ളം കിട്ടാതെ ദാഹത്തോട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വട്ടമിടുന്ന ഒരു നായയെ കണ്ടപ്പോ ആ നായക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഷൂസിൽ വള്ളി കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി കോരിയെടുത്തുകൊണ്ട് നായക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ വ്യഭിചാരം കഴിഞ്ഞു വരുന്നവന്റെ അപരാധം അല്ലാഹു പുറത്തു. ആ ഖൽബിന്റെ അകത്തേക്ക് അല്ലാഹു ഈമാന്റെ വെളിച്ചം കൊടുത്തു. അയാൾ പിന്നീട് കലിമ ചൊല്ലി ഇസ്ലാമിൽ വന്നു. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന കഥ പറഞ്ഞു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി. ആരവങ്ങളുമായി ഹിജ്റയുടെ ഏറ്റവും തീഷ്ണമായ ത്യാഗങ്ങൾ സഹിച്ച് മക്കം ഫതഹിന്റെ ഏറ്റവും സന്തോഷമൂർധന്യാവസ്ഥയിൽ ആഘോഷത്തിന്റെ ആരവങ്ങളുമായി സ്വഹാബത്ത് ചീറിപ്പാഞ്ഞു പോകുമ്പോ മക്ക ഫതഹായി മക്കയിലേക്ക് പോകുന്ന സ്വഹാബ അല്ലാഹുവിന്റെ ഹബീബ് പിന്നിലാ. സ്വഹാബത്ത് സന്തോഷ പ്രകടനം കൊണ്ട് മുന്നിലാ. റിസാലത്തിന്റെ കണ്ണുകൊണ്ട്, മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് മുന്നിൽ പോകുന്ന സ്വഹാബിയെ പിന്നിൽ നിന്നും വിളിച്ചു പിടിച്ചു നിർത്താ. കാരണം അള്ളാന്റെ ഹബീബിന്റെ കണ്ണുകൊണ്ടൊരു കാഴ്ച കണ്ടു. ആ വഴിയിലേക്ക് തണല് വിരിച്ചു നിൽക്കുന്ന പാറയുടെ ചുവട്ടിലുണ്ടല്ലോ ഒരു നായ പ്രസവിച്ച് കിടക്കാ. അതിന്റെ കുഞ്ഞിളം പ്രായക്കാരായ ആ ചെറിയ നായ്ക്കുട്ടികൾ അതിലൂടെ തട്ടിക്കളിക്കുമ്പോ മുന്നിൽ പോയ സ്വഹാബിയെ വിളിച്ചു നിർത്താൻ, പിടിച്ചു നിർത്താൻ പിന്നിൽ നിന്നും നിർദ്ദേശം കൊടുത്തു. പൊന്നുമോനെ, നീ അതിശീഘ്രം നിന്റെ കുതിരയെ പായിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന്റെ പരുവരുത്ത കുളമ്പടിയിൽ നിന്നും
തെറിച്ചു വീഴുന്ന ചിതറി വീഴുന്ന മണൽത്തരികളാ നായ്ക്കുട്ടികളുടെ ശരീരത്തിൽ വീണാൽ അതുപോലും അപരാധമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു കണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ അയാളുടെ ആടിന്റെ ചെവിക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാ റസൂലുള്ളാഹിക്ക് ഇഷ്ടമായില്ല. ഹബീബായ നബി തങ്ങളുടെ മുഖം ചുവന്നു, കണ്ണുകളിൽ നിന്നും തീ പാറാൻ തുടങ്ങി. സകാരത്തിന്റെ ഭാഷയിൽ ഗൗരവം സുരിക്കുന്ന മുഖഭാവത്തോടുകൂടെ ആ മനുഷ്യന്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പുണ്യപൂമാൻ പറഞ്ഞു, വിടടാ ആടിന്റെ ചെവിയിൽ നിന്നും, അതിന്റെ കഴുത്തിൽ വട്ടയും കയറുമില്ലേ, അതിൽ പിടിച്ചാൽ പോരടാ. നബി മുഹമ്മദ് മുസ്തഫ. ഒട്ടകം ഹബീബായ പ്രവാചകൻ കാണാ ഒരു ഒട്ടകം മെലിഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ മുതുകും വയറും ഒട്ടിയ പോലെ വളഞ്ഞു പോയ ഒട്ടകത്തെ കണ്ടുകൊണ്ട് അള്ളാന്റെ ഹബീബ് അതിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്താ. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് കാണാം. പുണ്യപൂമാൻ അയാളെ വിളിച്ചു വരുത്തിയിട്ട് താക്കീത് കൊടുക്കാ, പടച്ചോനെ പേടിക്കണോട്ടോ, പടച്ചവനെ പേടിക്കണോട്ടോ. ഫീ ഹാദിഹിൽ ബഹാഇമിൽ മുഅ്ജമാ, ഈ മിണ്ടാ പ്രാണികളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കണേ, പേടിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ. ഫർകബൂഹാ സ്വാലിഹാ, നന്നായി കൊണ്ട് നടക്കാൻ പറ്റിയാൽ നിനക്കത് ഉപയോഗിക്കാവുന്ന വാഹനമല്ലേ. അതിന് പറ്റുന്നില്ലെങ്കിൽ വതറകൂഹാ സ്വാലിഹാ, കെട്ടഴിച്ച് വിട്ടോ. നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരോടും കരുണയായിരുന്നു. മഹാനായ ഹബീബായ നബി തങ്ങൾ ഖൈബറിലേക്ക് പോവാ, യുദ്ധത്തിന് പോവാ. എല്ലാവരും ആലോചിച്ച് എന്തിനാണ് ഈ സമയത്ത് ഹബീബായ പ്രവാചകന്റെ പ്രഖ്യാപനം, അള്ളാഹുവിന്റെ ഹബീബിന്റെ യുദ്ധ പ്രഖ്യാപനത്തെ ഏറ്റെടുത്ത് സഹാബത്ത് ഗൗരവം അറിഞ്ഞു. ഗൗരവം അറിഞ്ഞവർ അറിയാത്തവർ അറിയിച്ചു. അനിവാര്യമായ ഘട്ടമാണിത്, സത്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പ്. യുദ്ധപാഠമുള്ള സഹാബത്ത് ആയുധങ്ങളുമായി മുന്നിൽ നിൽക്കുമ്പോ യുദ്ധം ചെയ്യാൻ അറിയാത്ത നാട്ടിൻ പുറത്തുകാരനായ ഒരു സ്വഹാബിയും വൈകിയാ അറിഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് പോകുമ്പോൾ ആ സൈന്യത്തിൽ ഒന്നുകൂടി ഷഹീദാവാൻ ആ മഹാനായ സ്വഹാബി വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മോനെ നീ എവിടേക്കാ പോകുന്നത്? നബിയേ, എനിക്ക് യുദ്ധത്തിന് പോകണം. നിനക്ക് യുദ്ധത്തിന്റെ ചുവടുവെപ്പുകൾ അറിയുമോ? രണാങ്കണത്തിന്റെ നിയമങ്ങൾ അറിയുമോ? ശത്രുവിന്റെ ചുവടുവെപ്പിന്റെ തന്ത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള യുദ്ധപാഠവമുണ്ടോ? ഇല്ല നബിയേ, ശത്രുവിന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ തിളക്കം എന്റെ കണ്ണിലടിച്ചാൽ അത് കൈകൊണ്ട് പൊത്തിപ്പിടിക്കാനല്ലാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ സ്വഹാബിയോട് പറഞ്ഞു, ആഗ്രഹിച്ചു വന്നതല്ലേ, എന്നാലും നീ നിരാശപ്പെടണ്ട. ഈ പോകുന്ന സ്വഹാബത്തിന്റെ കൂടെ കൂടിക്കോ. അവരൊക്കെ കൊണ്ടുപോകുന്ന അവരുടെ വാഹനമാകുന്ന ഒട്ടകത്തെ തീറ്റാനും അതിന് വെള്ളം കൊടുക്കാനും വേണ്ടി മലഞ്ചെരിവിലേക്ക് യുദ്ധത്തിന്റെ വിശ്രമവേളയിൽ നീ പോവാ. നീ യുദ്ധക്കളത്തിൽ ഇറങ്ങണ്ട മോനെ, നീ രക്തസാക്ഷികളുടെ പട്ടികയിലുണ്ടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ കേൾക്കാൻ അനുസരിക്കാൻ സ്വഹാബി തീരുമാനിച്ചു. അങ്ങനെ ഖൈബർ വിജയിച്ചു. ആ സ്വഹാബി ഒട്ടകത്തെ മേച്ചുകൊണ്ടിരിക്കുക. അവിടെ ഖൈബറിലെ വിജയം കഴിഞ്ഞ് അവിടുന്ന് സ്വഹാബത്തിന് കിട്ടിയ ഗനീമത്തിന്റെ ഒരു പൊതി, ഗനീമത്ത് സ്വത്ത് യുദ്ധാർജിത മുതലിന്റെ ഒരു പൊതി ഈ ഒട്ടകത്തെ മേക്കുന്ന പാവപ്പെട്ട സ്വഹാബിക്കും കൊടുക്കാൻ മുത്തുനബി പറഞ്ഞു. ഒട്ടകത്തെ മേച്ചുകൊണ്ടിരിക്കുന്നിടത്തിലേക്ക് ഒരു സ്വഹാബി ഇത് കൊണ്ടുവന്ന് കൊടുത്തു. ആ പൊതി അങ്ങനെ തന്നെ സ്വീകരിച്ചു. അതിൽ ചുടുചുംബനം കൊടുത്തു. എന്റെ ഹബീബ് തന്നതല്ലേ, എന്റെ ഹബീബ് തന്നതല്ലേ. അങ്ങനെ സഹോദര, ചില കാഴ്ചകൾ നമ്മൾ അത്ഭുതപ്പെടുത്താം. ഹബീബ് കൊടുത്തു വെച്ച പൊതി അതിന് വലിയ ആദരവോടുകൂടെ ആ സ്വഹാബി സ്വീകരിച്ചു. എന്നിട്ട് അതുമായി ഇതിനു വേണ്ടിയിട്ടല്ല നബിയെ ഞാൻ യുദ്ധത്തിന് വന്നത്, ഞാൻ വന്നത് ഷഹീദാവാൻ ആഗ്രഹിച്ച എന്നാ പറഞ്ഞത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഹബീബില്ലാതെ പറ്റൂല. ഈ ഹബീബ് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിന്റെ നിഖില നിമിഷങ്ങളിലും കടന്നു വന്ന് ജീവിതത്തെ സംസ്കരിച്ച് ആഖിറത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് വേണം. അവിടെ നമ്മുടെ വാപ്പ കൈയൊഴിയുന്ന രംഗമാ, അവിടെ നമ്മുടെ ഉമ്മ കൈയൊഴിയുന്ന രംഗമാ. അന്ത ഉമ്മുൻ അം അബൂ
ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ഉമ്മയും ഉപ്പയും ആയോരേ പോരാമവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില്ല ഗുണമേറെ സയ്യിദി ഖൈറൻ നബി അല്ലാഹ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അസ്സഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി 15 ദിവസം വയ്യേ 15 ദിവസമായിട്ടും അല്ലാഹുവിന്റെ ഹബീബിന് വഹി വരുന്നില്ല. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ പരിഹസിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബിനെ വദ്ദഅഹു റബ്ബുഹു റബ്ബ് പോലും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ 15 ദിവസത്തിനു ശേഷം വഹി ഇറങ്ങുകയാണ്. നസലൽ നബീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതി കൊടുക്കുകയാ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. സുദീർഘമായ ആയത്തുകൾ ഓതിക്കൊടുക്ക. അല്ലാഹു അങ്ങേ ഉപേക്ഷിച്ചിട്ടില്ല നബിയേ. ആ അധ്യായം അവസാനിക്കുകയാ വലസൗഫ യുഅതീക റബ്ബുക ഫത്തർലാ. നബിയേ നാളെ പരലോകത്തേക്ക് വരുമ്പോ അങ്ങേക്ക് റബ്ബ് ഒരുപാട് സമ്മാനങ്ങൾ തരും നബിയേ. ഫത്തർലാ അപ്പ അങ്ങേക്ക് വല്ലാത്ത തൃപ്തി ഉണ്ടാകും നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം വഹീന്റെ അമരധ്വനികൾ ഓതിക്കൊടുക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി. ജിബ്രീൽ പറയാണ് നാളെ പരലോകത്ത് അങ്ങേക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ അങ്ങേക്ക് ഒരുപാട് തൃപ്തി വരും നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ജിബ്രീലേ ഇതല്ലാ അർളാ എനിക്ക് അന്നേരം തൃപ്തി ഉണ്ടാവണമെങ്കിൽ വാഹിദൻ മിൻ ഉമ്മത്തി ഫിന്നാർ ഒരാൾ പോലും എന്റെ സമുദായത്തിൽ നരകത്തിലല്ലെന്ന് ഉറപ്പ് വേണം ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചിന്തയും വിചാരവും നമ്മളിൽ ആരും നരകത്തിൽ പോവരുതെന്നാ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പൂമെത്തയിലിട്ട് നമ്മെ പുന്നാരിക്കാനാ. നമ്മുടെ വാപ്പ കൈയൊഴിയുന്ന മഹ്ശറയില് അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ കൂടെ ഉണ്ടാകും. ഉമ്മ കൈയൊഴിയുന്ന മഹ്ശറയില് ഉമ്മാന്റെ മുന്നിലേക്ക് മകൻ ചെന്നുകൊണ്ട് ചോദിക്കുമല്ലോ ഉമ്മ. ഇബ്നു കസീർ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പറയുന്നോട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉമ്മ ചൊല്ലിക്കൂട്ടിയ അദ്കാറുകളിൽ നിന്നും ഒരു സുബ്ഹാനല്ലാഹ് തന്നാൽ ഉമ്മ ഞാൻ രക്ഷപ്പെടുമെന്ന് മകൻ സങ്കടത്തോട് കൂടെ പറയുമ്പോൾ മാതൃത്വത്തിന്റെ സ്നേഹം അവിടെ അണച്ചു പിടിക്കലും സ്നേഹപ്രകടനങ്ങളും കാണിക്കുന്നതിനോടൊപ്പം തന്നെ മകനെ ഉപേക്ഷിച്ചുകൊണ്ട് പറയും സാധ്യമല്ല മോനെ. അവിടെ ചേർത്ത് പിടിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. സ്വന്തം ശരീരത്തെക്കാളും നമുക്ക് പ്രാധാന്യം നമ്മുടെ ശരീരത്തിന്റെ അംശം ജീവന്റെ തുടിപ്പ് മുഹമ്മദ് മുസ്തഫ അവസാനിപ്പിക്കുകയാ. നമുക്ക് ഇത് വേണം നിർബന്ധ. ഇബ്നു കസീറിന്റെ തഫ്സീർ അദ്ദേഹം പറയുന്നുണ്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുത്തനബി സർവ്വലോകത്തിന്റെ റഹ്മത്താണ് എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ തഫ്സീർ കേട്ടോളൂ. ഫമൻ ഖബില ഹാദിഹി റഹ്മ അല്ലാഹുവിന്റെ ഹബീബ് എന്ന ഈ റഹ്മത്തിനെ ആര് സ്വീകരിച്ചുവോ സഈദ ഫി ദുനിയ വൽ ആഖിറ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വീകരിക്കണം. എവിടെയൊക്കെ സ്വീകരിക്കണം? നമ്മൾ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും ഈ നബി വേണം.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കത്തിലും ഉണർവിലും എല്ലാ നേരത്തും സ്വലാത്തിന്റെ അമരധ്വനികൾ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിൽ വ്യവസ്ഥകളിൽ മുത്തുനബിയോടുള്ള സ്നേഹം ഹൃദയത്തെ കീഴടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ആദ്യ പടിയ സ്വലാത്തിന്റെ അമരധ്വനികൾ നാവിൽ നിറഞ്ഞു നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് വേണം, സ്വലാത്തില്ലാതെ പറ്റൂല. സ്വലാത്ത് കൊണ്ട് ഖൽബ് കഴുകണം. സ്വലാത്ത് ഏത് ഇബാദത്തും അല്ലാഹു പരിഗണിക്കുന്നതിന് ഒരുപാട് നിബന്ധനയുണ്ട്. സ്വലാത്തിനതില്ല. അത് ഏതവസ്ഥയിലും ചൊല്ലാം. ഒരു മനുഷ്യൻ സ്വലാത്ത് വിട്ടാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയാ വിടുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി അവൻ ഉപേക്ഷിക്കുക. സ്വലാത്ത് ഒഴിവാകുന്ന ഒരു ഇടവും നമുക്ക് കാണാനല്ല. എവിടെയുണ്ട്? മയ്യത്ത് നിസ്കാരം സുജൂദില്ല, ഫർദ് നിസ്കാര സുജൂദ് പോലും ഒഴിവാക്കി. പക്ഷെ അതിന്റെ അഞ്ചാമത്തെ ഫർദ് നമാസ് में अज़म में कलिम में और अर्श पर हर जा खुदा ने नाम तेरा नाम से अपना मिलाया है. നിസ്കാരത്തിന്റെ അകത്ത് മുഹമ്മദ് മുസ്തഫ ഒഴിവാകുന്നില്ല. മുഅ്മിനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് നമുക്ക് ഒഴിവല്ല. മഹ്ശറയുടെ കൊടും ചൂട്, അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ, കട്ടിച്ചമ്പിന്റെ തറ വെട്ടിപ്പഴുക്കുന്ന നേരം, മനുഷ്യർ വിയർപ്പിൽ മുങ്ങിത്താഴുന്ന നേരം, അല്ലാഹുവിന്റെ തൗറാത്തിൽ മഹാനായ മൂസാ നബി കാണാ മഹ്ശറയെ വർണ്ണിക്കുന്ന ഭയവിഹുലമായ അവസ്ഥയെ വായിക്കുമ്പോ മനതകം തിങ്ങി നിൽക്കുന്ന ഭയമുണ്ടല്ലോ. കണ്ണുനീര് പൊഴിച്ചു വീഴുന്ന പോലെ മൂസാ നബി ഗദ്ഗദത്തോടുകൂടെ അല്ലാഹുവോട് ചോദിക്കാ, തമ്പുരാനെ മഹ്ശറ ഭീകരമാ, മഹ്ശറ പേടിയാ അല്ലാ. പടച്ചോനെ ആ മഹ്ശറയിൽ ദാഹമുണ്ടാവൂലോ അല്ലാ. മഹ്ശറയിൽ ദാഹമില്ലാതിരിക്കാൻ, മഹ്ശറയിൽ ദാഹമില്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു മുൻകരുതലുണ്ടോ അല്ലാ? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ചോദിക്കുമ്പോ അല്ലാഹു പറയാ മൂസാ നബിയോട്, പരിശുദ്ധ ഖുർആനിന്റെ 124 ആയത്തുകളിൽ 136 പ്രാവശ്യം ഖുർആൻ പേര് പറഞ്ഞ മഹാനായ മാനവകുലം കണ്ട മൂന്നാമത്തെ മഹാനോട് അല്ലാഹു പറയാ, മഹ്ശറയിലെ ദാഹമില്ലാതിരിക്കാൻ, മഹ്ശറ എളുപ്പമാവാൻ, ഖബർ എളുപ്പമാവാൻ, ഹിസാബ് എളുപ്പമാവാൻ, സിറാത്ത് എളുപ്പമാവാൻ, മഹ്ശറയിലെ ദാഹമില്ലാതാവാൻ മൂസാ നബിയേ അങ്ങ് ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വർഗം കൊടുക്കാം മുഴുവനും മഹറിന് എന്നാദ്യമായ ആദം നബി പറഞ്ഞന്ന്. അപ്പോൾ പറഞ്ഞല്ലാഹു അതിലും കൂടുതൽ വേണം സ്വലാത്ത മഹർ മുത്ത് മുഹമ്മദിൽ. ഓർത്തൊന്നു നോക്ക് സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത, സ്വർഗത്തിനേക്കാൾ വിലപിടിപ്പതിനുള്ളതാ. ഉറക്കെ സല്ലല്ലാഹു. നമുക്ക് ഈ പ്രഭാഷണം കൊണ്ട് ഒരു നേട്ടമുണ്ടാവണം. ഒന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, പടച്ചറബേ കോരിച്ചൊരിയുന്ന മഴ ന്യൂനമർദ്ദത്തിന്റെ പ്രതിസന്ധിയിലും തുടങ്ങി തീരുന്നവരെ ഇവിടെ മഴ ഉണ്ടാവല്ലേ അല്ലാഹു അത് നിറവേറ്റുന്നു. രണ്ടാമത് ഞാൻ ആഗ്രഹിക്കുന്നു, ഈ സദസ്സ് മനോഹരമായ സദസ്സ്. മറ്റൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ദിവസവും 100 വട്ടം എന്റെ ഹബീബിന്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുമെന്ന് പറയുന്ന, കയ്യ് പൊക്കാൻ തയ്യാറുള്ള സഹോദരൻ, അങ്ങനെ കയ്യ് പൊക്കുന്ന സഹോദരിയാ, ദിവസവും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഈ സദസ്സിന്റെ ലാഭമാ. ഒരു 14 കൊല്ലം മുമ്പ് ഞാൻ ഈ വേദിയിൽ നിന്ന് വഴുതു പറഞ്ഞതാ. ഞാൻ അന്നും ചോദിച്ചതായി ഓർക്ക, അള്ളാന്റെ ഹബീബിന്റെ പേരിൽ 100 സ്വലാത്ത് ഞാൻ ചൊല്ലുമെന്ന് പറയാൻ തയ്യാറുള്ളവരൊന്ന് കയ്യ് പൊക്കുമോ? ആ കയ്യ് പരിശുദ്ധ റൗളയിൽ കാണാനുള്ള കയ്യാ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അത് മാത്രം മതി സഹോദരാ. മനസ്സ് നിറഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ ഞങ്ങളത് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഉപകാരമുള്ള ഇൽമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഖൽബിന്റെ
കൽബിന്റെ കറ കഴുകിക്കളയണേ അല്ലാ. പടച്ചോനെ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് മരുമകൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരു സഹോദരി ദുആരക്കാൻ പറഞ്ഞു, ഗവൺമെന്റിന്റെ തസ്തികയിലേക്ക് കൃത്യമായ അവസരം ഉണ്ടായിട്ട് നിഷേധിക്കപ്പെട്ടത് അനുഗ്രഹീതമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അതുപോലെ തടസ്സം നേരിടുന്ന ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങളുടെ വരുമാനത്തിൽ ശമ്പളത്തിൽ നീ ഇടപെടണേ അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സിലും ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, സദസ്സിൽ കൂടിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് നൽകണേ അല്ലാ. അനുഗ്രഹീതമായ സദസ്സിൽ പന്തലിട്ടത് വെളിച്ചം തന്നവർ, ശബ്ദം തന്നവർ, അവരുടെ പ്രസ്ഥാനങ്ങളിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. അഭിവന്ദനായ സുഹൃത്ത് ബഹുമാനായ ദാരിമി ഉസ്താദ് അടക്കമുള്ള മറ്റു ഉസ്താദുമാർ പങ്കെടുത്ത ഈ അനുഗ്രഹീത സദസ്സിൽ റബ്ബേ നീ എല്ലാ നിലക്കുമുള്ള കബൂലിയത്ത് നൽകണേ അല്ലാ. അഭിവന്യരായ പണ്ഡിതന്മാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ ഉള്ളവന്റെ മുന്നിലിരുന്ന് സഹകരിച്ച സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്നവരുടെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിവാഹ പ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതാ അല്ലാ, നീ വീട്ടിത്തരണേ അല്ലാ. പഠിച്ചവനെ ലോണിൽ കുടുങ്ങിയവരെ കരകയറ്റണേ അല്ലാ. വിദേശത്ത് പഠിക്കുന്ന ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അവസാനം നന്നായി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങളുടെ നാവിന്റെ തുമ്പിലേക്ക് കലിമ വരാൻ നീ തൗഫീഖ് നൽകുക അല്ലാ. അവസാനം ഞങ്ങളുടെ കാതുകൊണ്ട് കേൾക്കേണ്ടത് നിന്റെ ഖുർആനാവട്ടെ അല്ലാ. റബ്ബേ, അവസാനം ഞങ്ങൾ കാണേണ്ടത് നിന്റെ ഹബീബിന്റെ പൂവദനമാവട്ടെ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഈ ഉള്ളവൻ ഇന്ന് ഭക്ഷണം എവിടെയോ ആ വീട്ടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നിങ്ങൾ ഇന്ന് മരിച്ചവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അനുഗ്രഹീതമായ സദസ്സിന് വേണ്ടിയിട്ട് പണം ചെലവാക്കിയവർ, സമയം ചെലവാക്കിയവർ എല്ലാവർക്കും അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ ഉന്നതിയിലെത്തിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ എപ്പോഴും എല്ലാ നിലക്കും നീ സഹായിക്കണേ അല്ലാ. നിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനുള്ള ബോധം തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നടക്കുന്ന എല്ലാ പ്രവാചക പ്രകീർത്തന സദസ്സുകൾക്കും നീ കബൂലിയത്ത് നൽകുക അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് നിപ്പയും കൊറോണയും ഒന്നും ഭൂമിയിൽ ആവർത്തിക്കല്ലേ അല്ലാ. ഡാം ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കുക അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.